നമസ്കാരം. ഫോട്ടോഗ്രാഫി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മളെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ലളിതമായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രധാനമായും ഫോട്ടോഗ്രാഫി പഠിച്ചു തുടങ്ങുന്ന ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കോളേജുകളിലേക്ക് BA ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രധാനമായി ഈ പദ്ധതി കൊണ്ട്, ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു കാഴ്ചപരമായ അല്ലെങ്കിൽ ദൃശ്യപരമായ ഒരു റെക്കോർഡിംഗ് ആണ്, രേഖപ്പെടുത്തലാണ് ഫോട്ടോഗ്രാഫിയിലൂടെ സംഭവിക്കുന്നത്. ചിലപ്പോൾ അതൊരു ഇമോഷനാകാം, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള നമ്മുടെ ഒരു ചിന്തിപ്പിക്കുന്നയോ മറ്റോ ഉള്ളൊരു ഭാവമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയാവാം, ഒരു കാര്യമാകാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെക്കോർഡിംഗ് ആണ്, കാഴ്ചപരമായിട്ടുള്ള ദൃശ്യപരമായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ആണ് യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫിയിൽ സംഭവിക്കുന്നത്. രണ്ടാമതായി, ഫോട്ടോഗ്രാഫി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന നല്ല നട്ടുച്ച വെയിലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബൈക്കിലെ കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തിന് നല്ല വെളിച്ചം കാണാൻ പറ്റും. നല്ല വെളിച്ചത്തിൽ നല്ല ഭംഗിയുള്ള ആകർഷകമായ നമ്മുടെ മുഖം നമുക്ക് ആ ബൈക്കിൻ്റെ കണ്ണാടിയിൽ കാണാൻ പറ്റും. അതേസമയം നമ്മൾ വീട്ടിലെ ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന നമ്മുടെ മുഖത്തിന് ആകർഷകത്വം വളരെ കുറവായിരിക്കും, കാണാൻ അത്ര രസകരമായിരിക്കില്ല. ഇതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ മുഖത്തെ ആകർഷകമാക്കുന്നത്, നമ്മുടെ മുഖത്തെ രസകരമാക്കുന്നത് ലൈറ്റാണ്, പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ അളവാണ് ഇതിനെ ആകർഷകമാക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം. യഥാർത്ഥത്തിൽ ഇത്ര ആകർഷകമായിട്ട് ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയത് കൃത്യമായ വെളിച്ചത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ്. ഇതിനെ എത്ര ആകർഷകമായ രീതിയിൽ ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺ എന്ന് പറയുന്നത്, ഒരു ഫോട്ടോയെ ഡിഫൈൻ ചെയ്യുന്നത്, ഒരു ഫോട്ടോയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, ഒരു ഫോട്ടോയെ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് ശരിക്കും പറ്റുന്നത് ലൈറ്റ് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന സമയത്ത്. ഇവിടെ ഇവരുടെ മുഖവും അതിൻ്റെ ഭാവങ്ങളെല്ലാം വളരെ ഭംഗിയായി നമുക്ക് കണ്ടെത്തിയെടുക്കാൻ പറ്റുന്നത് വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ ലൈറ്റ് ഉപയോഗിച്ചത് കൊണ്ടാണ്. നമുക്കിനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു തടാകത്തിലൂടെ തോണിയിൽ സഞ്ചരിക്കുന്ന രണ്ടാളുകൾ, അവരുടെ ചിത്രം നമ്മൾ ഒരു ഇരുട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു ഇരുൾ നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ ലൈറ്റിലാണ് അത് കൊടുക്കുന്നതെങ്കിൽ, അത് നമുക്ക് നൽകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, വിഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു സാഡ്നെസ്, ഒരു ദുഃഖത്തിൻ്റെ ഇമ്പാക്റ്റാണ് അത് നൽകുന്നത്. അതേസമയം നിറഞ്ഞ വെളിച്ചത്തിൽ രണ്ടുപേർ തോണിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് നൽകുന്ന ഇമ്പാക്റ്റ് വ്യത്യസ്തമാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് ലൈറ്റാണ്. ലൈറ്റ് ആണ് ഒരു ഫോട്ടോയെ ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ, ലെൻസ്, രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ലെൻസാണ്. ലൈറ്റിനെ നമുക്ക് കാണാൻ പറ്റും, ലെൻസ് കാണാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ലെൻസിൻ്റെ ഒരു പ്രയോജനം ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ലെൻസാണ്. ലെൻസുകൾ പല തരത്തിലുണ്ട്. ഇതിൽ നമ്മൾ ചില ലെൻസുകൾ എന്ന് പറയുന്നത് ക്യാമറയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ലെൻസുകളാണ്, മാറ്റാൻ പറ്റാത്ത ലെൻസുകളാണ്. എന്നാൽ മറ്റു ചില ലെൻസുകൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ലെൻസുകൾ ലഭ്യമാണ്. രണ്ടാമത്, ഇതുമായി അനുബന്ധമായൊരു വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളുണ്ട്, കാണാൻ പറ്റും. ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ്. അപ്പോൾ ഓട്ടോ ഫോക്കസിൻ്റെ പ്രത്യേകത, നമ്മൾ സ്വയം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നതിന് പകരം ക്യാമറ സ്വയം ചെയ്യുന്ന രീതിയാണ് ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത്. ക്യാമറ സ്വയം ഫോക്കസ് ചെയ്തുകൊള്ളും. അതേസമയം മാനുവൽ ഫോക്കസിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതാണ് മാനുവൽ ഫോക്കസിനെയും ഓട്ടോ ഫോക്കസിനെയും വ്യത്യസ്തമാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ലൈറ്റ് വ്യാഖ്യാനിക്കുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നമ്മൾ ഒരു നട്ടുച്ച സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ അവിടെ ഒരുപാട് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ലൈറ്റ് ഉണ്ടാകുന്ന സമയത്ത്, നട്ടുച്ച സമയത്ത് ഒരുപാട് ലൈറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത്രയും ലൈറ്റ് ആവശ്യമില്ല. ഇത് നമ്മുടെ ഫോട്ടോയെ വികൃതമാക്കും. ഇനി മറ്റൊരു സാഹചര്യം, സന്ധ്യാസമയം. ആ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത്രയും കുറഞ്ഞ ഫോട്ടോയിൽ നമുക്ക് ലൈറ്റ് എടുക്കാൻ പറ്റില്ല. നട്ടുച്ച സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നത് പരമാവധി ലൈറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതേസമയം സന്ധ്യാസമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പരമാവധി ലൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലൈറ്റ് പ്രധാനമായും കടന്നു വരുന്നത് ലെൻസിലൂടെയാണല്ലോ. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ലെൻസിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയാണ്. ഇപ്പോൾ നട്ടുച്ച സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ലെൻസിൻ്റെ വലിപ്പം കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യും? കടന്നു വരുന്ന ലൈറ്റിൻ്റെ അളവ് വളരെ കുറയും.
ഇനി സന്ധ്യാസമയത്താണ് ഫോട്ടോ എടുക്കുന്നതെങ്കിലോ ലൈറ്റിൻ്റെ വലിപ്പം മാക്സിമം കൂട്ടണം. അപ്പോൾ നമുക്ക് മാക്സിമം ലൈറ്റ് കിട്ടും. അതിന് നമ്മൾ എന്താണ് ചെയ്യുക? അതിനുള്ള ഓപ്ഷൻ എന്താ? ഇങ്ങനെ ലൈറ്റ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി നമുക്ക് നൽകുന്ന ഓപ്ഷനാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർച്ചർ മുഖേന നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും നമ്മെ സഹായിക്കും. അപ്പർച്ചറിൻ്റെ പ്രത്യേകത 1.8 മുതൽ 22 വരെയുള്ള അപ്പർച്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1.8 എന്ന് പറയുന്ന സമയത്ത് ഇൻവേഴ്സ് റിലേഷനാണ്. അപ്പർച്ചർ 1.8 സമയത്താണ് ലെൻസിൻ്റെ വലിപ്പം പരമാവധി കൂടുന്നത്. വിപരീത ബന്ധമാണ്, സംഖ്യയുമായിട്ട് വിപരീത ബന്ധമാണത്. 1.8 നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് അപ്പർച്ചർ കിട്ടുന്നു. അതേസമയം 22 ഉള്ളതെങ്കിൽ ലെൻസിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പർച്ചറിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ നട്ടുച്ച സമയത്താണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം അപ്പർച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. വൈകുന്നേരമാണെങ്കിൽ അതിൻ്റെ നേരെ തിരിച്ചുമാണ് ചെയ്യാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡാണ്. ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, ഈ ഒരു ശബ്ദമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തെയാണ് ഷട്ടർ സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുതിര ഓടിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കണം, പിക്ചർ എടുക്കണം. അപ്പം അത് വളരെ പെട്ടെന്ന് നടക്കുന്നൊരു ആക്ഷനാണ്. അപ്പോൾ ഈ ഷട്ടർ സ്പീഡിൻ്റേത് പ്രധാനമായ ഒരു 2 ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ചലനത്തെ പിടിച്ചെടുക്കുക എന്നതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഷട്ടർ സ്പീഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷട്ടർ സ്പീഡ് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞ ഷട്ടർ സ്പീഡിൽ കുറഞ്ഞ ലൈറ്റ് മാത്രമേ ഫോട്ടോയിലേക്ക് കടക്കൂ, ക്യാമറ പിടിച്ചെടുക്കുള്ളൂ. അതേപോലെ തന്നെ പെട്ടെന്ന് നല്ലൊരു ഷട്ടർ സ്പീഡ് ഉയർന്ന ഷട്ടർ സ്പീഡിൽ പെട്ടെന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് ഈ മോഷനെ പെട്ടെന്ന് പിടിച്ചെടുക്കും. എക്സാമ്പിൾ, ഒരു കുതിര ഓടുന്ന പിക്ചറാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഉയർന്ന ഷട്ടർ സ്പീഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു മോഷനെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അതേസമയം ഒരു കുറഞ്ഞ ഷട്ടർ സ്പീഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള മോഷൻ, പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു മോഷൻ പിടിച്ചെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു കുറഞ്ഞ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായി പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫീൽഡ്. നമ്മൾ ഏത് ഏരിയയുടെ ഫോട്ടോയാണോ എടുക്കുന്നത് അതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ 2 കുട്ടികളുടെ ഫോട്ടോ. ഇവർ എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏരിയയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഫോട്ടോയിൽ ഈ കടന്നു വരുന്ന ഏരിയകൾ, ഈ ഫോട്ടോയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഏരിയകൾ, ഇതിനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫോട്ടോയിൽ എന്തൊക്കെയാണ് ആവശ്യം വരുന്നത്, ആവശ്യമില്ലാത്തത് എന്ന് തീരുമാനിക്കുന്നത് ഡെപ്ത് ഓഫ് ഫീൽഡാണ്. താങ്ക് യു. ഫോട്ടോഗ്രാഫിയുടെ ബേസിക് ആയിട്ടുള്ള ചില ലെസൺസ് മാത്രമാണ്. താങ്ക് യു. ബൈ.